റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് മസാല ദോശ വീട്ടിലുണ്ടാക്കാൻ സാധിക്കും. അതേ വലിപ്പമുള്ള ദോശ ഉണ്ടാക്കാമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതേ ടേസ്റ്റുള്ള മസാല നമുക്ക് ഉണ്ടാക്കാം. ഞാനിവിടെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് തക്കാളി, അതേപോലെ തന്നെ ഒരു ഉള്ളി, 2 പച്ചമുളക്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇതെല്ലാം ചെറുതായി അരിഞ്ഞ് നമ്മളൊരു കുക്കറിലിട്ട് വേവിക്കണം മസാല ഉണ്ടാക്കുന്നതിന് വേണ്ടി. ആവശ്യത്തിന് വെള്ളവും ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. 1-2 വിസിൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തിടാനുള്ള കാര്യങ്ങൾ നോക്കാം. ഒരു ചട്ടി ചൂടാക്കി അതിലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, കടുകിടുക, അതുപോലെ കറിവേപ്പില ഇട്ട് പൊട്ടിക്കുക. ഈ കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചുവന്ന് വരുമ്പോൾ നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ഉള്ളിയും തക്കാളിയും എല്ലാം ഇതിൽ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, ഒന്ന് വഴറ്റിയെടുക്കുക. ഞാനിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയിൽ വെള്ളം ഒരല്പം കൂടിപ്പോയി, അതുകൊണ്ട് എനിക്കിത് കൂടുതൽ സമയം വഴറ്റിയെടുക്കണം. ഇതിങ്ങനെ വഴറ്റിയെടുക്കുന്ന സമയത്ത് നമുക്ക് ആ തവി ഉപയോഗിച്ച് ഇതിലെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങളൊന്ന് നന്നായി ഉടച്ചു കൊടുക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. നമ്മുടെ മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. ഇത് തലേ ദിവസം അരച്ചു വെച്ച മാവാണ്. കനം കുറച്ച് നല്ലതുപോലെ പരത്തിയെടുക്കുക. ഇനി നമുക്കിതിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാൻ നെയ്യൊന്നും അധികം ചേർത്ത് കൊടുക്കുന്നില്ല, അതെല്ലാം നിങ്ങളുടെ പാകത്തിന് ചേർത്ത് കൊടുക്കുക. ദോശ പാകമായി വരുമ്പോൾ നമുക്ക് അതൊന്ന് മറിച്ചിട്ടതിന് ശേഷം വീണ്ടും തിരിച്ചിട്ട് അതിന് മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാം, സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഈ ദോശ എടുത്തിട്ട് മസാല അതിൻ്റെ കൂടെ കൂട്ടിക്കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ ചട്നി കൂടി ഉണ്ടെങ്കിൽ സൂപ്പറാണ്. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.